പ്രതിപക്ഷ നേതാവ് മമ്മൂട്ടി ഫാനോ കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി സിനിമയെയും കലാകാരനെയും സ്നേഹിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത്തവണയും പത്മ അവാർഡുകളിൽ നിന്നും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇവിടെ മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും താൻ കോൺഗ്രസുകാരനും എന്ന വേർതിരിവ് അദ്ദേഹം കാണുന്നില്ല. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ മനസ്സിലേക്ക് ഓടി വന്നത് മമ്മൂട്ടിയുടെ മുഖമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. മലയാളത്തിലെ പ്രതിഭാശാലികളിൽ നിന്ന് പത്മ പുരസ്കാരങ്ങൾ ഇപ്പോഴും അകന്നു നിൽക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ, മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണ്. 1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. 1/4 നൂറ്റാണ്ടിനപ്പുറം അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ കഴിവിനെയോ ഞാൻ വിസ്തരിക്കേണ്ടതില്ല. ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നു എങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല. ഈ വർഷം 132 പേർക്കാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത്. ഇവരിൽ 5 പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മഭൂഷണവും 110 പേർക്ക് പത്മശ്രീയും നൽകും. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, മുതിർന്ന ഹിന്ദി സിനിമാ നടി വൈജയന്തിമാല, പ്രശസ്ത നർത്തകി പത്മ സുബ്രഹ്മണ്യം, ദക്ഷിണ ചലച്ചിത്ര അഭിനേതാക്കളായ ചിരഞ്ജീവി, ബിന്ദേശ്വർ പഥക് എന്നിവർ പത്മവിഭൂഷൺ നൽകി ആദരിക്കും. അതേസമയം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി, ഉഷ ഉദുപ്, ഫാത്തിമ ബീവി, മുൻ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക് എന്നിവർ പത്മഭൂഷൺ നൽകും. വിവിധ മേഖലകളിൽ സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കും അസാമാന്യ നേട്ടങ്ങൾ കൈവരിച്ചവർക്കുമാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. പത്മ പുരസ്കാരങ്ങൾ, അതായത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളാണ്. 1954 മുതൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഇവ പ്രഖ്യാപിക്കുന്നത്. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം തുടങ്ങിയ നിരവധി മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്കാണ് പത്മ അവാർഡുകൾ നൽകുന്നത്.